Introduction to a Vindication of the Rights of Women or Women. Okay, so today's class we are going to discuss something about this work. This work written by Mary Wollstonecraft. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്ററിൽ അപ്പയർ ചെയ്തിട്ടുള്ള പേപ്പറാണ് വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ. സോ ആ പേപ്പറിലുള്ള ഫസ്റ്റ് വർക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ടു എ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വിമൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം നിങ്ങൾ ഏത് പേപ്പർ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ആ പേപ്പറിൻ്റെ ടൈറ്റിൽ എന്താണ്. ഇപ്പോൾ വിമൻസ് റൈറ്റിംഗ് എന്നാണ് ഈ ഒരു പേപ്പറിൻ്റെ പേര്. സോ യു ഹാവ് ടു റിസർച്ച് സം ഡാറ്റാസ് അബൌട്ട് ഓർ കളക്ട് സം ഡാറ്റാസ് അബൌട്ട് വിമൻസ് റൈറ്റിംഗ്. അതായത് എന്താണ് വിമൻസ് റൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ മേജറായിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, മേജർ വിമൻ റൈറ്റേഴ്സ് ആരൊക്കെയാണ്, ദെൻ അതിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവിഷൻ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നൊരു ഡിവിഷൻ വന്നിട്ടുള്ളത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എനിവേ, ഐ എം ഗോയിങ് ടു ഗിവ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു വിമൻസ് റൈറ്റിംഗ്. ഓക്കെ, വിമൻസ് റൈറ്റിങ്ങിനെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം ആദ്യം. സോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കാം. ആൻഡ് അപ്പോൾ ഈ ഒരു ക്ലാസ് ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് മാത്രം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കരുത്. യു ഹാവ് ടു റിസർച്ച് യുവർ സെൽഫ് അബൌട്ട് ദിസ് പേപ്പർ ആൻഡ് ഈച്ച് ടോപ്പിക്സ് ദാറ്റ് ഹാവ് ഗിവൺ ഇൻ ദിസ് പേപ്പർ, വിമൻസ് റൈറ്റിംഗ്. ഓക്കെ, സോ ആൻഡ് വാട്ട് ഈസ് വിമൻസ് റൈറ്റിംഗ്? The tradition of women writing has been much ignored due to the inferior position of women have to held in male-dominated societies. Okay, we all know that women in a patriarchal society or in a man or men-dominated society, women always have been marginalized by stereotypical attitude of men. And most of women writings works or most of women writers and their works ignored by this dominated society. അതായത് പുരുഷന്മാരെന്ന് പറയണത്. സോ അപ്പോൾ നമുക്കറിയാം വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ദ റൈറ്റിങ്സ് ഓഫ് വിമൻ ആണ്. അപ്പോൾ എന്തൊക്കെ ആയിരിക്കാം ഈ ഒരു വർക്കിലൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? മേ ബി അവരുടെ എക്സ്പീരിയൻസസ്, അതായത് അവരുടെ മെൻ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ, അങ്ങനെ ക്ലോസ്ലി വിമനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്തുകൊണ്ടായിരിക്കാം വിമൻ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലൊക്കെ വന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സോ ബിക്കോസ് മോസ്റ്റ് ഓഫ് മെൻ പ്രൊഡ്യൂസ്ഡ് വർക്ക്സ്, അതായത് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ എഴുതിയിട്ടുള്ള വർക്കുകളിൽ, അതായത് ആ കാലഘട്ടങ്ങളിലേക്ക് പിന്നെ മേരി വോൾസ്റ്റൺക്രാഫ്റ്റിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ പുരുഷന്മാർ അല്ലെങ്കിൽ മെൻ റൈറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്കുകളിലൊക്കെ തന്നെ വിമനെ എപ്പോഴും ഇൻഫീരിയർ ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് വിമൻ ഒരിക്കലും എന്തില്ല, മെന്നിന് ഈക്വൽ ആവില്ല. ഓക്കെ, ഏത് കാര്യത്തിലാണ്? ഫിസിക്കൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും മെന്നും വിമനും ഈക്വൽ ആവില്ല. അതൊക്കെയാണ്. പക്ഷേ ആ ഒരു റീസൺ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് സ്ത്രീകളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിനെ ചോദ്യം ചെയ്യാനോ ഉള്ള അവകാശം ആർക്കില്ല? മെൻ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മെൻ ഡൊമിനേറ്റഡ് സൊസൈറ്റിക്ക് ഇല്ല. ബട്ട് അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ, ഇപ്പോൾ ഫെമിനിസം ഒക്കെ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഫെമിനിസം വന്നതിന് ശേഷവും പിന്നെ മെൻ എഴുതുന്ന വർക്കുകളിലൊക്കെ വിമൻ എപ്പോഴും ഇൻഫീരിയർ ആണ്. അവർക്ക് എന്തോ ഒരു കുറവുണ്ട്. അവർക്ക് അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? ലുക്ക് ആഫ്റ്റർ ദ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് കുക്കിംഗ്, സ്വീയിങ്, പിന്നെ അങ്ങനെയുള്ള ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ജോലികൾ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. ആൻഡ് അത് മാത്രമാണ് സ്ത്രീകൾ ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയുള്ളൊരു എപ്പോഴും ഒരു ഇൻഫീരിയർ ആയിട്ടുള്ളൊരു ഇമേജാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജാണ് എപ്പോഴും വിമന് പുരുഷന്മാരുടെ വർക്ക്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് സാഡസ്റ്റ് തിങ് വാസ് വിമൻ ഹാഡ് നോട്ട് ദ ഫ്രീഡം ടു ഓർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പം വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം പോലും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല.
അതുപോലെ ഇപ്പം നമ്മുടെ വെർജീന വൂൾഫിൻ്റെ കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ അവരുടേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോലും, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഒരു പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. സോ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പോസിബിളാണ്. പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവർക്ക് ഒന്നിനും ഒരു ഫ്രീഡം ഇല്ലാതിരുന്ന ഒരു ഫുൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു സ്ത്രീകളുടേത്. ആൻഡ് സൊസൈറ്റി എങ്ങനെയാണ് സ്ത്രീകളെ കണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ, പുരുഷന്മാരുടെ വർക്കിലൂടെ എങ്ങനെയാണോ അവർ സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പോർട്രേ ചെയ്തിട്ടുള്ളത്, ആ ഒരു ഷേപ്പാണ് അല്ലെങ്കിൽ ആ ഒരു ഫിഗറാണ് സൊസൈറ്റിയിലെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത്. സോ ഞാൻ ഷേപ്പ് എന്ന് ഉദ്ദേശിച്ചത്, നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതുമ്പോൾ, ഇപ്പം ഞാനൊരു വ്യക്തിയെക്കുറിച്ച് മറ്റൊരാളോട് ഇങ്ങനെ പറയുകയാണ്, വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയോ ഒരാളോട് ഞാനിങ്ങനെ പറയുമ്പോൾ, ആ വ്യക്തി ഞാൻ പറയുന്ന ആളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവരിങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ അതുപോലെയാണ് മെൻ റൈറ്റിങ്സിലൂടെ വിമനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ത്രൂ ഔട്ട് വിമൻ റൈറ്റിങ്സ് ദേ portrays the experiences of women historically has been shaped by their sex, and so women writers by definition are a group of worthy of separate study. ആൻഡ് പിന്നീട് സ്ത്രീകളുടെ എഴുത്തുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ, ആൻഡ് ദെയർ ടെക്സ്റ്റ് ഓർ വിമൻസ് ടെക്സ്റ്റ് ആൻഡ് ദ വർക്ക്സ് വിച്ച് ഹാഡ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ വിമൻ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മെൻസ് വർക്ക്. അപ്പോൾ പിന്നീട് സ്ത്രീകൾ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയപ്പോൾ ആ പുസ്തകങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വർക്കുകളൊക്കെ എന്തായിരുന്നു, അത്രയും കാലം മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി പ്രൊഡ്യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ലിറ്ററേച്ചറിനേക്കാളും അല്ലെങ്കിൽ ആ ഒരു വർക്കിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു വിമൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബുക്സ്. സോ ദെൻ വിമൻസ് റൈറ്റിംഗ് ആസ് എ discrete area of literary studies and practices, and it recognized explicitly by the numbers of dedicated journals, organizations, awards, and conferences which focus mainly or exclusively on text produced by women. ഓക്കെ, അപ്പോൾ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഏരിയയാണ്, ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് ഏരിയ ഓഫ് ലിറ്റററി സ്റ്റഡീസ്. അപ്പോൾ ആ ലിറ്റററി സ്റ്റഡീസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ജേർണൽസ് ഉണ്ട്, ഫിക്ഷൻസ് ഉണ്ടായിരിക്കാം, ആൻഡ് ഒരുപാട് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്, ആൻഡ് കോൺഫറൻസുകൾ വരുന്നുണ്ട്. ആൻഡ് എന്തൊക്കെയായാലും ദിസ് വിമൻസ് റൈറ്റിംഗ് ഈസ് ക്ലോസ്ലി ഓർ ദിസ് എക്സ്ക്ലൂസീവ്ലി ഫോക്കസസ് ഓൺ വാട്ട് വിമൻ ഓർ ടെക്സ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വിമൻ. ഓക്കെ, സ്ത്രീകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്ക്സിന് അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സ് മാത്രമല്ല, വേറെ എന്തും ആവാം. അപ്പോൾ ഒരു വർക്ക് എന്ന് പറയുമ്പം ജേർണൽസ് ആവാം, പിന്നെ ഓർഗനൈസേഷൻസ് ആവാം, അവാർഡ്സ് ആവാം, കോൺഫറൻസസ് ആവാം, പിന്നെ പോയട്രീസ് ആവാം, ഫിക്ഷൻസ് ആവാം, ഡ്രാമാസ് ആവാം. അപ്പം സ്ത്രീകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിമൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ എന്തെന്ന് പറയും, വിമൻ റൈറ്റിങ്സ് എന്ന് പറയുന്നു. ഇനിയിപ്പോൾ എക്സാമിന് വിമൻസ് റൈറ്റിങ്ങിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനൊക്കെ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് വിമൻസ് റൈറ്റിംഗ് എഴുതുക. പിന്നെ മേജർ വിമൻ റൈറ്റേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുള്ള എല്ലാവരെക്കുറിച്ചും എഴുതുക, അവരുടെ വർക്കുകളെക്കുറിച്ച് എഴുതുക. ആൻഡ് അവരുടെ വർക്കുകളിൽ, അതായത് നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുണ്ടല്ലോ ആ വർക്കുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതൊന്നും എഴുതുക. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് ഒരു എസ്സേ എഴുതാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല സിമ്പിൾ മെത്തേഡാണത്. ഓക്കെ, സോ ലെറ്റ്സ് talk about മേരി വോൾസ്റ്റൺക്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കിൻ്റെ അല്ലെങ്കിൽ റൈറ്ററിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് ഇനി തരാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ബി എ ബ്രീഫ് ഐഡിയ ഓഫ് മേരി വോൾസ്റ്റൺക്രാഫ്റ്റ്. സോ യു ഹാവ് ടു സെർച്ച് മോർ തിങ്സ് അബൌട്ട് മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ത്രൂ ഔട്ട് ഗൂഗിൾ. സോ ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ബ്രീഫായിട്ട് പറയുന്നുള്ളൂ. ആൻഡ് യു ഹാവ് ടു മേക്ക് യുവർ ഓൺ നോട്ട്സ്. ഓക്കെ, സ്വന്തം നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് എക്സാം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും എഴുതാൻ കിട്ടില്ല. ഓക്കെ, ട്രൈ ടു പ്രിപ്പയർ സെൽഫ് നോട്ട്. ഓക്കെ, സെൽഫ് സ്റ്റഡി മാക്സിമം സെൽഫ് സ്റ്റഡി അല്ല, സെൽഫായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക കേട്ടോ. സോ മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് വാസ് ബോൺ ഇൻ April 27, 1759. Okay,
not 1959, April 27, 1759 in London. Then her major works are A Vindication of the Rights of Women, Letters Written During a Short Residence in Sweden, Norway, Denmark. അതൊരു വർക്കാണ് കേട്ടോ. Letters Written During a Short Residence in Sweden, Norway and Denmark. Then third work is Maria or the Wrong Woman. ഓക്കെ, അതാണ് 3 വർക്കാണ് മേജറായിട്ട് വരുന്നത്. And throughout her work, she mostly focused equality and women. Okay, വിമൻ ഇക്വാളിറ്റി, ഈ 2 സബ്ജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഫോർ വിമൻ എഡ്യൂക്കേഷനാണ്. വിമൻ എഡ്യൂക്കേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു വർക്കിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വർക്കിൽ ഡിസ്കസ് ചെയ്യുന്ന മേജർ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഒന്നാണ് നാച്ചുറൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടി. ഓക്കെ, നാച്ചുറൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടി. ഓക്കെ, അപ്പോൾ വോൾസ്ക്രാഫ്റ്റ് says that or argues that women lack liberty and provides many examples to support her argument. And women's education was severely limited. Okay, and girls who asked to study specific topics were often refused. So മേരി വോൾസ്റ്റൺക്രാഫ്റ്റിൻ്റെ ഇപ്പം നമുക്ക് ഇന്നത്തെ സൊസൈറ്റിയിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. മേരി വോൾസ്റ്റൺക്രാഫ്റ്റിൻ്റെ ലൈഫിലേക്കൊന്നും പോകണ്ട, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിലേക്കൊന്നും പോകണ്ട. ജസ്റ്റ് തിങ്ക് അബൌട്ട് അവർ സൊസൈറ്റി, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇന്ത്യൻ സൊസൈറ്റി. ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ഗേൾസ് ഗേൾ ആയതിൻ്റെ പേരിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് പല തരത്തിൽ. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വല്ലാതില്ല. മേ ബി അതും നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് നമുക്ക് തോന്നുന്നത്. മേ ബി ഇതിൻ്റെ പുറത്ത് പോയാൽ, ഇപ്പം നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗേൾ ആയതിൻ്റെ പേരിൽ പല അവകാശങ്ങളും നിഷേധിക്കപ്പെടാറുണ്ട്. ഇപ്പോഴും ആൺകുട്ടി ജനിക്കുന്നതിൽ എന്തോ പുണ്യം ചെയ്തതായിട്ടും അല്ലെങ്കിൽ പെൺകുട്ടി ജനിക്കുന്നതിൽ എന്തോ പാപം ചെയ്തതായിട്ടും വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. സോ വിമൻ ഹാവ് ബീൻ റെഫ്യൂസ്ഡ് ഫ്രം ഹെർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ അസെറ്റ് അല്ലേ? ഏതൊരു ഗേളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് വിദ്യാഭ്യാസവും അതിൻ്റെ കൂടെ കോമൺ സെൻസും. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളും. സോ വിത്തൗട്ട് എഡ്യൂക്കേഷൻ വി ആർ നത്തിങ്. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് കാലഘട്ടമായാലും വിദ്യാഭ്യാസം ഇല്ല എങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? അറിവുണ്ടാവില്ല. അറിവ് ലഭിക്കുന്നതിലൂടെ മാത്രമേ നാം എന്താണ് ശരി, എന്താണ് തെറ്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അവകാശം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫ്രീഡം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ഇൻഡിവിജ്വൽ. And Mary Wollstonecraft says that, or she argues that, women's legal rights were subsumed by those of their husbands, leaving women with no legal identity of their own. And women's career choices were severely restricted. And Wollstonecraft repeatedly uses imagery of cages or chains and compares women to African slaves to further emphasize her point. Society unreasonably curtails women's natural rights. അപ്പോൾ ഈ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടോ? അതായത് ഇപ്പം പ്രകൃതി നിയമം അല്ലെങ്കിൽ നാച്ചുറൽ റൈറ്റ് എന്ന് പറയുന്നത്, അവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള കാറ്റഗറി ആയതുകൊണ്ട് മാത്രം നമുക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വോൾസ്റ്റൺക്രാഫ്റ്റ് പറയുന്നത് എന്താണ്? ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ വിമൻ ഷുഡ് ഒബേ, ഓർ വിമൻ ഇൻസിസ്റ്റഡ് ടു ഒബേ ഹെർ ഹസ്ബൻഡ്സ് റൂൾസ്. അല്ലേ, ഹസ്ബൻഡ്സിൻ്റെ റൂൾസ് മാത്രമേ അനുസരിക്കാവൂ എന്ന് പറയുന്നവരുണ്ട്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് നമ്മുടെ നാച്ചുറൽ ലിബർട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് വിമൻ്റെ കരിയറും എഡ്യൂക്കേഷനും ജീവിച്ചിരിക്കുമെങ്കിലും അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. ആൻഡ് വോൾസ്റ്റൺക്രാഫ്റ്റ് യൂസസ് ഇമേജറി ഓഫ് കേജസ് ഓർ ചെയിൻ. അത് കേജ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടാണ് അല്ലേ, കൂട്. അതുപോലെ ചെയിൻ, ചങ്ങല.
സോ ഇതിനൊക്കെയാണ് സിമ്പിൾസ് ആയിട്ട് അവരുടെ വർക്ക്സിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ്? ടു റെപ്രസെൻറ്റ്സ് ദി സിറ്റുവേഷൻ ഓഫ് വിമൻ. വിമൻ്റെ സിറ്റുവേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയിൻസും കേജസും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീ കമ്പയേഴ്സ് വിമൻസ് പതറ്റിക് സിറ്റുവേഷൻ ടു ആഫ്രിക്കൻ സ്ലേവ്സ്. ഓക്കെ, ആഫ്രിക്കയിലെ സ്ലേവ്സിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അവിടെ സ്ലേവ്സ് എന്ന് പറയുമ്പോൾ ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അവർക്കൊരു ഒരു റൈറ്റ്സും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ്സും ഇല്ല. സോ അതുപോലെ അതിനോട് കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, വിമനെ ചെയ്യുന്നത്. ആൻഡ് സൊസൈറ്റി അൺറീസണബിളി കേർടെയിൽസ് വിമൻസ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ആവശ്യമില്ലാതെ ഒരു റീസണും ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റീസണും ഇല്ലാണ്ട് അവരുടെ റൈറ്റ്സിനെ കേർടെയിൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക, ഓർ അതിനെ ഇല്ലാതാക്കുകയാണ്. ആ ഒരു സ്ത്രീകളുടെ ആ ഒരു ലിബേർട്ടീനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ദർ ഇസ് നോ റീസൺ ടു കേർടെയിൽ വിമൻസ് റൈറ്റ്സ് ആൻഡ് ലിബേർട്ടി. സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മേരി വോൾസ്റ്റൺക്രാഫ്റ്റിനെ കുറിച്ചും പിന്നെന്താണ് വിമൻസ് റൈറ്റിംഗ് എന്താണ് വിമൻസ് റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ മേജർ ഐഡിയാസ് ഇൻ ദ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വിമൻ. ഓക്കെ, സോ അതിൻ്റെ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നാച്ചുറൽ റൈറ്റ്സ് ആൻഡ് ലിബേർട്ടിയാണ്. സോ all human beings have their own rights and liberty, so they have to protect that. They have to protect their own natural rights and liberty, especially for women, and no one have the right to ഇഗ്നോർ ഓർ റിഫ്യൂസ് ദെയർ റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അവരുടെ അവകാശങ്ങളും ലിബേർട്ടി ഒന്നും റിഫ്യൂസ് ചെയ്യാനുള്ള അവകാശം ആർക്കില്ല? സ്ത്രീകൾക്ക്, മറ്റാർക്കും ഇല്ല. ഓക്കെ, സോ ദ സെക്കൻഡ് ഐഡിയ, the second main idea is importance of reason. Okay, importance of reason. So Wollstonecraft repeatedly contrasts reason and emotion throughout the text. This is intentional. Society at that time saw reason as the domain men and emotion as the domain women. Wollstonecraft challenges that beliefs, arguing women have the capacity to reason just as well as men if given the opportunity. Here Wollstonecraft arguing or discussing something about the contrast between reason and emotion. അതായത് ഇമോഷൻ എന്ന് പറഞ്ഞാൽ സെൻസിബിലിറ്റിനെയൊക്കെയാണ് ഇമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ റീസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെന്നിൻ്റെ ഡൊമൈനായിട്ടുള്ള പവർ. ഓക്കെ, റീസൺ ആസ് ദി ഡൊമൈൻ ഓഫ് മെൻ ആൻഡ് ഇമോഷൻ എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് വുമൻ. സോ അതായത് ഇപ്പം മെന്നിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർക്കതിനെ ന്യായീകരിക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കും. അതായത് അവർക്കതിനെ അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയും നേടിയെടുക്കാനുള്ള റീസൺസ് അവർ ഉണ്ടാക്കിയിരിക്കും. പക്ഷേ മറിച്ച് സ്ത്രീകൾ എങ്ങനെയാണ്? അവരെപ്പോഴും ഇമോഷണലാണ്. ഓക്കെ, സോ അങ്ങനെ പെട്ടെന്ന് ഇമോഷൻ ആവുക അല്ലെങ്കിൽ സെൻസിറ്റീവ് ആവുക എന്ന് പറയുന്നത് പെട്ടെന്ന് സെൻസിറ്റീവ് ആവുക എന്ന് പറയുന്നത് ചിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യങ്ങളെ മെച്യൂർഡായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പെട്ടെന്ന് സെൻസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ മെച്യൂർഡാണ് എന്ന് വിളിക്കാറില്ല. ഓക്കെ, അപ്പം ഇവിടെ വോൾസ്റ്റൺക്രാഫ്റ്റ് പറയുന്നത് പുരുഷന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ റീസൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ women should have the right to reason for their rights and liberty. So here Wollstonecraft says that Enlightenment thinkers believed the emotional tendencies of a woman proved their inferiority to men. Okay, അതായത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? വിമനെ നമ്മുടെ സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, സോഷ്യൽ കണ്ടീഷനിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പെട്ടെന്ന് സൊസൈറ്റിയിൽ ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് ഒന്നിനോട് റിയാക്ട് ചെയ്യരുത്, ആൻഡ് അടക്കമൊതുക്കം വേണം, അതേപോലെ ഒബേയിങ് മെൻറ്റാലിറ്റി വേണം. സോ അങ്ങനെ എല്ലാത്തിൽ നിന്നും പിന്മാറി ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒന്നിനോടും
പിന്നെ ഒരു പ്രബുദ്ധതയും ഇല്ലാതെ അല്ലെങ്കിൽ സൊസൈറ്റീനെ കുറിച്ച് ഒന്നും അറിയാതെ വളരുന്ന ഒരാൾക്ക് ആൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. പെട്ടെന്ന് അവർക്കെതിരെ വരുന്ന അക്രമങ്ങളോ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ ഫിസിക്കൽ ടോർച്ചറിങ്ങിനെ ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെഫ്യൂസ് ചെയ്യില്ല, അതിനെതിരെ പിന്നെ പ്രതികരിക്കാൻ കഴിയില്ല. പ്രതികരിക്കാൻ കഴിയാതെ അവരെ ഇമോഷൻ ആയിട്ട് അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് മെൻ്റലി അവർ ഇമോഷണലി ഡൗൺ ആയിട്ട് മാറുകയാണ്. സോ ഈ ഒരു ഇമോഷൻ എന്താണ്, എപ്പോഴും ഈ ഒരു ഇമോഷണലായിട്ടുള്ള ബിഹേവിയർ എപ്പോഴും സ്ത്രീകളെ എന്ത് ചെയ്യുന്നുണ്ട്, പുരുഷന്മാരെക്കാളും ഇൻഫീരിയർ ആക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഈ ഒരു ഇമോഷണൽ കൺസേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇമോഷൻസിനെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിമൻ മസ്റ്റ് സ്പെൻഡ് ദെയർ ടൈം വിത്ത് മോർ സെൻസിറ്റീവ് ആൻഡ് ഇമോഷണൽ കൺസേൺസ് ലൈക്ക് മാരേജ് ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, ഈ മാരേജും ചിൽഡ്രൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഇഫ് വി ഗെറ്റ് മാരീഡ്, ഓക്കെ, ഇപ്പം കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് ഓർ വി വിൽ ഹാവ് an attachment, emotional attachment to our husband or our family members. And if we get children, അതായത് ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവും, കുറച്ചും കൂടി നമ്മുടെ ചിൽഡ്രനോട് എന്ത് ചെയ്യും, കുറച്ചും കൂടി അഫെക്ഷൻ ഉണ്ടായിരിക്കും. സോ അതും എന്താണ്, നമ്മുടെ ഇമോഷൻ്റെ ഭാഗമാണ്. ഓക്കെ, സോ ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ ചിൽഡ്രൻ എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇമോഷണലി ഡൗൺ ആവുന്നുണ്ട്. അവരെ വിചാരിച്ചുകൊണ്ട് മാത്രം നമ്മളിൽ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഒതുങ്ങി പോകുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റിയെ മറന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും മറന്ന് ആ ഒരു കാര്യം കൊണ്ട് മാത്രം, ആ ഒരു ബോണ്ട്, ചിൽഡ്രൻ, മാരേജ് അല്ലെങ്കിൽ ഹസ്ബൻഡ്സ്, ഫാമിലി, അങ്ങനൊരു ഒരു ബൗണ്ടറി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റ ഒതുങ്ങി പോകുന്നുണ്ട്. സോ സ്ത്രീകൾ എന്താവാണ്, മെന്നിനേക്കാളും ഇൻഫീരിയർ ആവുകയാണ് ചെയ്യുന്നത്. ദെൻ തേർഡ് മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഡ്യൂട്ടിയാണ്. ഓക്കെ, ദ വേർഡ് ഡ്യൂട്ടി ക്രോപ്സ് അപ്പ് ത്രൂ ഔട്ട് ദി ടെക്സ്റ്റ് ആൻഡ് ഫോർ ഗുഡ് റീസൺ. And Wollstonecraft's arguments are not merely aspirational, and she has a strong practical basis for her ideas as well. So ഈ എൻലൈറ്റൻമെൻറ്റ് തിങ്കേഴ്സ്, ഇപ്പം എൻലൈറ്റൻമെൻറ്റ് കാലഘട്ടമൊക്കെ നമ്മൾ ലിറ്ററേച്ചറിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് എൻലൈറ്റൻമെൻറ്റ്, ദ പീരിയഡ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്, ഓക്കെ, അത് നമ്മൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സോ ദ ഡ്യൂട്ടി എന്ന് പറയുന്ന വേർഡ് എന്താണ്, ഡ്യൂട്ടി ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഈ ഡ്യൂട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട് ആർ ദി ഡ്യൂട്ടീസ് ഓഫ് എ വുമൺ? ലുക്ക് ആഫ്റ്റർ ഒബേയിങ്. ഓക്കെ, അതായത് ആദ്യം അനുസരണ, പിന്നെ നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടക്കമൊതുക്കം. ദെൻ ലുക്ക് ആഫ്റ്റർ ദ ഹസ്ബൻഡ്സ് ആൻഡ് ചിൽഡ്രൻ. ആൻഡ് വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുക, വീട് വൃത്തിയാക്കുക, അടുക്കള പണിയെടുക്കുക. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇത് മാത്രമാണ്, അത് ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് മാത്രമാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ജോലികളെല്ലാം സ്ത്രീകളുടെ മാത്രം ജോലിയാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് നമുക്ക് അന്നും ഇന്നും എന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് അറിയില്ല, ബട്ട് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെയാണ് സ്ത്രീകളുടെ ഡ്യൂട്ടി എന്ന് ഈ എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മേജറായിട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 ഡ്യൂട്ടീസാണ്. ഫസ്റ്റ് എന്താണ്, നാച്ചുറൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടി. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് റീസൺ, പിന്നെ ഇമോഷനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ഡ്യൂട്ടി. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഒരു വർക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഓക്കെ, വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ലെറ്റ് സി വാട്ട് ആർ ദി മെയിൻ ഐഡിയാസ് ഇൻ ദി ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വോൾസ്റ്റൺക്രാഫ്റ്റ് ഇതിൽ വിമൻ്റെ എഡ്യൂക്കേഷന് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, വിമൻ്റെ എഡ്യൂക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ആഫ്റ്റർ സ്റ്റഡിയിങ് വേരിയസ് ബുക്സ് ഓൺ എഡ്യൂക്കേഷൻ, Wollstonecraft has concluded that the neglect of women's education has resulted in great misery. ഓക്കെ, അതായത് വോൾസ്റ്റൺക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിമൻ എഡ്യൂക്കേഷൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ ഷീ ഫെൽറ്റ് ഇൻ എ ഗ്രേറ്റ് മിസറി. അതായത് ഒരു മിസറി എന്ന് പറഞ്ഞാൽ എന്താണ്,
സോറോ എന്നൊക്കെ പറയാം. ഓക്കെ, അത് കാരണം എന്താണ്, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ റിസർച്ച് നടത്തിയപ്പോൾ വോൾസ്റ്റോൺക്രാഫ്റ്റ് സാഡ് ആയത് അല്ലെങ്കിൽ സോറോഫുൾ ആയത്? ബിക്കോസ് വിമന് എഡ്യൂക്കേഷൻ നിഷേധിക്കപ്പെട്ടിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് വിമൻ ആർ വിമൻ. ഓക്കെ, അതുകൊണ്ട് മാത്രം സ്ത്രീകൾ എന്താണ്? സ്ത്രീകളാണ്. സോ ദേ ആർ ഇൻഫീരിയർ. അവർ ഇൻഫീരിയർ ആണ്. ദേ ഹാവ് ദെയർ ഓൺ ഡ്യൂട്ടീസ് ലൈക്ക് ഗെറ്റ് മാരീഡ് ആൻഡ് കുട്ടികളെ നോക്കുക, വീട്ടുജോലികൾ നോക്കുക. ഇത് മാത്രമാണ് സ്ത്രീകളുടെ ജോലി അല്ലെങ്കിൽ കടമ എന്ന് പറയുന്ന അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആൻഡ് അവർക്കൊക്കെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു. സോ വെൻ ഹി റെഡ് അബൌട്ട് these pathetic conditions of women, she felt in a great misery. And Wollstonecraft എന്ന് പറയുന്നത്, Wollstonecraft had previously worked as a governess and even ran a short-lived girls' school along with her sisters. So she had given much thought to prevailing educational practices. അതായത് വോൾസ്റ്റോൺക്രാഫ്റ്റിന് അന്നത്തെ കാലഘട്ടത്തിൽ അത് സ്കൂളിൽ ഒരു ഗവേണേഴ്സ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ധാരണ ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു വോൾസ്റ്റോൺക്രാഫ്റ്റ് എന്ന് പറയുന്നത്. സോ അവിടെ ഉണ്ടായിരുന്ന മേജർ പ്രോബ്ലം അല്ലെങ്കിൽ ചീഫ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഇൻ ഹെർ ഐസ് ദാറ്റ് ഈസ് വിമൻ ആർ വ്യൂഡ് ആസ് വിമൻ, ഫസ്റ്റ് ആസ് human beings, second preventing them from reaching their full potential, and even undermining their effectiveness in traditionally feminine roles. അതായത് അവിടെ ഉണ്ടായിരുന്ന, അതായത് അവിടെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വന്നിരുന്ന പെൺകുട്ടികൾ എന്താണ്, എപ്പോഴും സ്റ്റഡീസിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്യാണ്, കുറച്ചും കൂടി വീക്കാവാണ്, മെന്നിനേക്കാളും ഇൻഫീരിയർ ആവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഫെമിനൈൻ റോൾസ്, എന്താണ് ഫെമിനൈൻ റോൾസ് എന്ന് പറയുന്നത്? ഫീമെയിൽ ആയതുകൊണ്ട് എന്തൊക്കെ റോൾസാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡ്യൂട്ടീസാണ് അവർക്കുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു എഡ്യൂക്കേഷനിലേക്ക് അവർ തിരിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മെന്നിൻ്റെ അത്ര എഡ്യൂക്കേഷനിൽ മുന്നിലേക്ക് എത്താൻ കഴിയുന്നില്ല. പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും ആ പൊട്ടൻഷ്യൽ മൊത്തമായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഫെമിനൈൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എല്ലാം അവർക്ക് കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഈ ഒരു എഡ്യൂക്കേഷനിലേക്ക് അല്ലെങ്കിൽ സ്റ്റഡീസിലേക്ക് തിരിയാൻ കഴിയുന്നുള്ളൂ. ദെൻ ഇൻ ഹെർ ഡിസ്കഷൻ വോൾസ്റ്റോൺക്രാഫ്റ്റ് വിൽ കൺസിഡർ വിമൻ ഫസ്റ്റ് ആസ് ഹ്യൂമൻ ക്രിയേച്ചേഴ്സ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ രണ്ട് കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവർക്കൊരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഹ്യൂമൻ കൺസിഡറേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം ഇവിടെ കോമൺ ആയിട്ട് ഉള്ള രണ്ട് ജെൻഡർ എന്ന് പറയുന്നത് ഫീമെയിൽ ആൻഡ് മെയിലാണ്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ബൈസെക്ഷൽസ് ഉണ്ട്, ഗേ ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്. സോ അവരൊക്കെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് മുന്നേ ആണ്, പെണ്ണ്, ട്രാൻസ്ജെൻഡർ, ലെസ്ബിയൻ, ഗേ എന്നൊക്കെ പിന്നെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ അവരെ എങ്ങനെയാണ് കാണേണ്ടത്, മനുഷ്യൻ എന്ന കാറ്റഗറിയിലാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾസ്റ്റോൺക്രാഫ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഇൻ ഹെർ ഡിസ്കഷൻ വോൾസ്റ്റോൺക്രാഫ്റ്റ് വിൽ കൺസിഡർ വിമൻ ഫസ്റ്റ് ആസ് ഹ്യൂമൻ ക്രിയേച്ചർ. ഓക്കെ, വിമനായിട്ടല്ല അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടല്ല കാണുന്നത്, ഒരു ഹ്യൂമൻ ക്രിയേച്ചറായിട്ടാണ് അല്ലെങ്കിൽ ഹ്യൂമൻ എന്നൊരു കൺസിഡറേഷനിലാണ് കൊണ്ടുവരുന്നത്. ആൻഡ് വോൾസ്റ്റോൺക്രാഫ്റ്റ്സ് ആർഗ്യുമെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹെർ ബിലീവ് in that women's purpose in the world is to fully realize their natural potential, something they have been denied the opportunity to do. അതായത് we have to understand or we have to realize the real potential of women. ഓക്കെ, ഒരു ഫീമെയിൽ ആയതുകൊണ്ട് മാത്രം അവരെന്ത് ചെയ്യാൻ പറ്റില്ല, പല കാര്യങ്ങളിൽ നിന്നും അവരെ റെഫ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഡിനേ ചെയ്യാനോ പാടില്ല. ഓക്കെ, അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്രത്തോളം പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ആൻഡ് അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു എബിലിറ്റി മുഴുവനായിട്ട് പുറത്തേക്ക് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാണ്, തുറന്ന് വെക്കുകയാണ് ചെയ്യേണ്ടത്. സോ ആൻഡ് വി ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഡിനേ ദെയർ ലിബർട്ടി ആൻഡ് റൈറ്റ്സ് in the basis of their gender. Okay,
Then she will also focus on women in the middle class because they appear to be in the most natural state. ഓക്കെ, മിഡിൽ ക്ലാസ്സിലുള്ള വുമൻ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം പുറത്തൊക്കെ അല്ലെങ്കിൽ യൂറോപ്പ്, അമേരിക്ക പോലുള്ള കൺട്രീസിലൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റം പോലെ അവിടെയുള്ള കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ്സുകളായിട്ട് തിരിക്കും. ഓക്കെ, അതായത് അപ്പർ ക്ലാസ് അല്ലെങ്കിൽ എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയും. ദെൻ മിഡിൽ ക്ലാസ്, പിന്നെ ലോവർ ക്ലാസ്. ലോവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ലേബർ ആയിട്ടുള്ള എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ, അതായത് നമ്മളിവിടെ കൂലിപ്പണിക്കാർ എന്നൊക്കെ പറയില്ലേ. സോ അവിടെ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ച്വലി അവിടെ വേർതിരിവുള്ളത്. ഇവിടെ ജാതിയാണെങ്കിൽ അവിടെ സാമ്പത്തികം. ഓക്കെ, ദെൻ അപ്പോൾ മിഡിൽ ക്ലാസ്സിലുള്ള വിമനെ കുറിച്ച് പറയുന്നുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാണ് വോൾസ്റ്റൺക്രാഫ്റ്റ് മിഡിൽ ക്ലാസ്സിലുള്ള വിമനെ കുറിച്ച് പറയുന്നത്? ബിക്കോസ് ദേ അപ്പിയർ ടു ബി ഇൻ ദി മോസ്റ്റ് നാച്ചുറൽ സ്റ്റേറ്റ്. ഓക്കെ, അവരൊക്കെയാണ് എവിടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ എത്തിപ്പെടുന്നത്. ദെൻ ഈ മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യം പറയാൻ കാരണം, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് വുമനെ കുറിച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ഷീ ബിലീവ്സ് ദാറ്റ് ബോത്ത് വെൽത്ത് ആൻഡ് പോവേർട്ടി ആർ ഡിപ്പാർച്ചേഴ്സ് ഫ്രം ദി ഐഡിയലൈസ്ഡ് മിഡിൽ സ്റ്റേഷൻ ലൈഫ്. അതായത് വെൽത്ത്, ഞാൻ പറഞ്ഞു ധനം, സമ്പത്ത് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പോവർട്ടി, ഈ ഒരു ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഈ ഒരു വേർതിരിവ്, സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആളുകളെ, ഒരുപാട് ഹ്യൂമൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പല റൈറ്റ്സിൽ നിന്നും അവരെ ഡെനേ ചെയ്യുന്നുണ്ട്, റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട്, ഇപ്പോൾ ഒരുപാട് പണമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരാഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ പോവേർട്ടി അനുഭവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ദേ കാൺട്ട് ഡു വിത്തൗട്ട് മണി. They can't do anything without money, and they can't achieve anything with their current state. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സൊസൈറ്റിയിലുള്ള അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. ബിക്കോസ് ദേ ആർ ലിവ്സ് ഇൻ ദെയർ പോവർട്ടി ലൈൻ. ഓക്കെ, പോവർട്ടി ലൈനിലായിരിക്കും അവരുണ്ടാവുക. സോ മിഡിൽ ക്ലാസ്സിലുള്ള വിമൻ്റെ കണ്ടീഷൻസും ഇങ്ങനെ തന്നെയാണ്. അവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും ദേ കാൺട്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. ഓക്കെ, ഇനി വെൽത്തുള്ള ആളുകളാണെങ്കിലോ, വെൽത്തി ആയിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിലും അവർക്കത് അവരുടെ ലൈഫിൽ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി മെറ്റീരിയൽ തന്നിട്ടുള്ള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മെറ്റീരിയൽ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ബിഗിൻസ് ദി ഇൻട്രൊഡക്ഷൻ ടു എ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വിമൻ ഇൻ എ മാനർ ദാറ്റ് ക്രിട്ടിസൈസ് ദ വെരി കൺസ്ട്രക്ഷൻ ഓഫ് സിവിലൈസേഷൻ. ഓക്കെ, നമ്മുടെ സിവിലൈസേഷൻ്റെ കൺസ്ട്രക്ഷനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഘടനയെക്കുറിച്ചാണ് അവർ പറയുന്നത്, മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ഈ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ പറയുന്നത്. സോ എലോങ് വിത്ത് ദിസ് she finds fault with nature that has made such a difference between man and woman. അതായത് പിന്നെ മാൻ ആൻഡ് വിമൻ എന്ന് പറയുന്ന ഒരു ജെൻഡർ ഡിഫറൻസിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ സംസാരിക്കുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് ടു സേ ദാറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സൊസൈറ്റീസ് വാസ് ദി ഓൺലി ഇഷ്യൂ ടു ബി അഡ്രസ്ഡ്. ഫ്രം ദിസ് ഫണ്ടമെൻ്റൽ പ്രോബ്ലം വോൾസ്റ്റൺക്രാഫ്റ്റ്സ് മൂവ് ടു ദി വേ ഇൻ വിച്ച് എഡ്യൂക്കേഷൻ ട്രീറ്റഡ് ബോത്ത് ദി ജെൻഡേഴ്സ്, men and women. She identifies that the education system made women rather incompetent instead of making them better. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവർ എങ്ങനെയാണ് മെന്നിനെ ആൻഡ് വിമനെ വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് രണ്ട് ജെൻഡറിനെയും, മെന്നിനെയും വിമനെയും ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് പറയുന്നത്. സോ അവർ എഡ്യൂക്കേഷനിലൂടെ ബെറ്റർ ആക്കുക എന്നതിലുപരി എന്താണ് ചെയ്തിട്ടുള്ളത്? അവർക്ക് അവരുടെ ഇടയിൽ ഒരു ഡിഫറൻസ്, എപ്പോഴും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാളിറ്റി വളർത്തുകയാണ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ജെൻഡർ ഇനീക്വാളിറ്റിയാണ് അവർ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കുട്ടികളിലേക്ക് കുത്തിവെക്കുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അമ്മ എന്ന് പറയുന്ന വാക്ക്,
അല്ലെങ്കിൽ അച്ഛൻ ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലിയെടുത്ത് പൈസയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആൾ, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന ആൾ എന്നാണ് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. എനിക്ക് ചെറിയ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയാം. എൻ്റെ അമ്മ എന്താണെന്ന് ചോദിച്ചാൽ അമ്മ എന്താ, നമുക്ക് രാവിലെ ഭക്ഷണം പാകം ചെയ്ത് തരുന്നു, അതുപോലെ പിന്നെന്താണ്, നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരാളായിട്ടാണ് മക്കൾ അമ്മയെ കാണുന്നത്. സോ ദിസ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് ജെൻഡർ ഇനീക്വാളിറ്റി. ഇങ്ങനെയൊക്കെയാണ് ജെൻഡർ ഇനീക്വാളിറ്റി കുട്ടികളെ വളർത്തുന്നത്. ആൻഡ് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. And she says that the books written by men wanted women to be alluring mistress rather than rational human beings. അതായത് പുരുഷന്മാരെഴുതിയ പുസ്തകങ്ങളിലൊക്കെ വിമനെ എങ്ങനെയാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്, അല്യൂറിങ് മിസ്ട്രസ് ആയിട്ടാണ്. അതായത് മറ്റുള്ളവരെ വശീകരിക്കാൻ അല്ലെങ്കിൽ ആകർഷിക്കാനുള്ളൊരു ഒബ്ജക്റ്റായിട്ടാണ്, മിസ്ട്രസ് ആയിട്ടാണ് സ്ത്രീകളെ പുരുഷന്മാരുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകളിൽ, വർക്കുകളിലൊക്കെ കാണുന്നത്. ദെൻ ഒരു പുസ്തകങ്ങളിലും ഒരു വയസ്സായിട്ടുള്ള വിമനെ പുരുഷന്മാർ പിന്നെ എന്ത് ചെയ്തിട്ടില്ല, പോർട്രേ ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്ത്രീകളുടെ ഒരുപാട് ബുക്സുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ എമിലി ബ്രോണ്ടിൻ്റെ ബുക്കുകൾ, അല്ലെങ്കിൽ പിന്നെ വെർജീനിയ വൂൾഫിൻ്റെ ബുക്കുകൾ, അങ്ങനെ കുറച്ചൊരു ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീകളെ ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ കറേജ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആണുങ്ങൾ എഴുതുന്ന പുസ്തകങ്ങളിൽ എപ്പോഴും ഫീമെയിൽ എന്തായിരിക്കും, ഇൻഫീരിയർ ആയിരിക്കും. അവർ മറ്റുള്ളവരെ വശീകരിക്കാനുള്ള അല്ലെങ്കിൽ പിന്നെ സ്വന്തം കാര്യം ഇമോഷനിലൂടെ സ്വന്തം കാര്യം നേടിയെടുക്കുന്ന കൗശലക്കാരികളായിട്ടുള്ള സ്ത്രീകളായിട്ടൊക്കെയാണ് ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ടാവുക. സോ അവിടെയും എന്താണ്, പുസ്തകങ്ങളിലൂടെ വരെ, ലിറ്ററേച്ചറിലൂടെ വരെ അവർ ജെൻഡർ ഇനീക്വാളിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. Then besides, women's identities were constructed to inspire love, and they were considered to be mere emotional beings. Okay, rational beings അല്ല. അതായത് സ്വന്തമായിട്ട് നിലപാടുകൾ എടുക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അവനവൻ്റെ ഫ്രീഡം തിരിച്ചറിയാനും അവൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാനുമുള്ള ബ്രേവ് വിമൻ ആയിട്ടല്ല, അല്ലെങ്കിൽ റാഷണൽ വിമൻ ആയിട്ടല്ല സ്ത്രീകളെ ആര് കാണുന്നത്, നമ്മുടെ സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ദേ കൺസിഡർ ദം ആസ് എ ഓൺലി എ ഇമോഷണൽ ബീയിങ്. ഓക്കെ, വെറും ഇമോഷൻസിനെ പേഴ്സ്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഇമോഷൻസിനെ വശീകരിക്കാൻ കഴിയുന്ന ഒബ്ജക്റ്റായിട്ടാണ്, വെറും ഇമോഷണൽ ബീയിങ്സ് ആയിട്ടാണ് ആരെ സൊസൈറ്റി സ്ത്രീകളെ കാണുന്നത്. So these concepts are nurtured by the patriarchal society to keep women always under their control. അപ്പോൾ ഈ ഒരു ഇപ്പം ഇങ്ങനെയുള്ള സൊസൈറ്റി അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ കൊണ്ടുവരുന്ന എന്തിനാണ്, സ്ത്രീകളെ അവരുടെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയുള്ള ഒരുപാട് മിസ്കോൺസെപ്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നോക്കുക, നമ്മുടെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഒരുപാട് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് പാൻസും, സ്ത്രീകൾക്കെന്നല്ല എല്ലാവർക്കും കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്, ആണായാലും പെണ്ണായാലും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് പാൻസും അതുപോലെ ഷർട്ടൊക്കെയാണ്. അങ്ങനെ സിമ്പിളായിട്ടുള്ള വസ്ത്രങ്ങളാണ്, അതൊക്കെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ടൂർ പോവുകയാണെങ്കിൽ, ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും കുറച്ചൊക്കെ ഒരു ഫ്രീഡത്തോടു കൂടി നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാൻസും ടീഷർട്ടും അല്ലെങ്കിൽ ഷർട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. നേരെ മറിച്ച് നമ്മളൊരു സാരി ഉടുത്തിട്ട് എത്ര നേരം, ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. സോ ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ സാരി നിർബന്ധമായിരുന്നു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. സോ അവിടെ എത്രത്തോളം ഞാൻ ആ സാരി കൊണ്ട് ഡിസ്കംഫേർട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ ചുരിദാറിടുമ്പോൾ, ഷോളിടുമ്പോൾ, ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കംഫേർട്ട് തരുന്ന ഡ്രസ്സുകൾ തന്നെയാണ്. ബുദ്ധിമുട്ടാണ് ബസ്സിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് നടക്കുമ്പോഴും. ഈ ഒരു ഇത്രമാത്രം ഡ്രസ്സുകൾ ശരീരത്തിൽ വാരിക്കൂട്ടിയിടുന്നത് ഭയങ്കര ഡിസ്കംഫേർട്ട് തോന്നുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പം എന്താണ്, സ്കൂളുകളിൽ ഇക്വാളിറ്റീൻ്റെ പേരിൽ എന്ത് ചെയ്തു, പാൻസും ഷർട്ടും ആക്കി. സോ അതിനെതിരെ തന്നെ ഇപ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകൾ വരെ അതിനെതിരെ ശബ്ദം ഉയർത്തി തുടങ്ങി. സോ അപ്പോൾ ഇപ്പോഴും നമുക്കറിയാം ഈ ജെൻഡർ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടെ പ്രകടമായിട്ട് തന്നെ കാണുന്നുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഷേധം വരാൻ കാരണം എന്താണ്, സ്ത്രീകൾ ഇന്ന ഡ്രസ്സ് മാത്രമേ ധരിക്കാവൂ, പുരുഷന്മാർ ഇന്ന ഡ്രസ്സ് മാത്രമേ ധരിക്കാവൂ,
അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആദ്യമേ നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊരുപാട് സ്ത്രീകളും അതിനെന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ സ്ത്രീകൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിനെതിരെ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ, അതും വോൾസ്റ്റൺക്രാഫ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി മെറ്റീരിയലിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഇഷ്യൂ വോൾസ്റ്റൺക്രാഫ്റ്റ് ഫൈൻഡ്സ് വിത്ത് ദി ബുക്സ് റിട്ടൺ ബൈ വുമൺ. അതായത് വിമൻ എഴുതിയിട്ടുള്ള ബുക്സിൽ എന്തൊക്കെ ഇഷ്യൂസാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത്. അതിവിടെ നിങ്ങളുടെ എത്രാമത്തെ പേജിലാണെന്നറിയോ, 6-ാമത്തെ പേജിൽ, യൂണിവേഴ്സിറ്റി മെറ്റീരിയൽ 6-ാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കൂ. അതായത് വൺ റീസൺ the author finds for the deterioration in the competency of women is that the very foundation of such an education system is built upon are the books written by women. These books treated female as mere women, not as human beings. Okay. അതായത് സ്ത്രീകളെ എന്താണ് പറയുന്നത്, അവർ ഇൻഫീരിയർ ആണ്, അവരെ കൊണ്ടൊന്നും കഴിയില്ല, ആൺകുട്ടികളാണ് ബെറ്റർ. ആൻഡ് ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലൊക്കെ കാണാം, അമ്മമാർക്ക് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ എന്തായിരിക്കും, ആൺകുട്ടികളോടായിരിക്കും കൂടുതൽ എന്തുണ്ടാവുക, ഒരു അറ്റാച്ച്മെൻ്റ് എന്നല്ല, അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ പറയാം, അവന് കുറച്ചധികം കൊടുക്ക്, പെൺകുട്ടികൾ ഇത്ര കഴിച്ചാൽ മതി, പെൺകുട്ടികൾ ഇത്ര നേരം ഉറങ്ങിയാൽ മതി, അവർ കുറച്ച് ആൺകുട്ടിയല്ലേ, അവർ പാത്രം കഴുകണ്ട, അവൻ്റെ ഡ്രസ്സ് അലക്കണ്ട. ആൻഡ് ദിസ് ഈസ്, ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് എതിരെയാവുന്നത്. ഓക്കെ, മേ ബി അവരെന്താണ് പറയുന്നതെന്ന് അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷേ അവിടെ എത്രത്തോളം ജെൻഡർ ഇനീക്വാളിറ്റിയാണ് കൊണ്ടുവരുന്നത് എന്ന് പോലും അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ആൻഡ് അപ്പോൾ ഇവിടെ വോൾസ്റ്റൺക്രാഫ്റ്റ് പറയുന്നതാണ്, സ്ത്രീകൾ എഴുതിയ ബുക്കുകളിൽ അല്ലെങ്കിൽ ലിറ്റററി വർക്കുകളിലൊക്കെ സ്ത്രീകളെ ഇൻഫീരിയർ ആണ്, വെറും ഒരു പെണ്ണാണ്, നീ വെറും ഒരു പെണ്ണാണ് എന്നുള്ള ഒരു ഇനീക്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് സ്ത്രീകളെ പ്രസൻറ്റ് ചെയ്യുന്നത്. അവിടെ സ്ത്രീകൾ ഇൻഫീരിയർ ആണ്, പുരുഷന്മാരാണ് സുപ്പീരിയർ എന്നുള്ള കോൺസെപ്റ്റാണ് അവിടെയും സ്ത്രീകൾ മുന്നോട്ട് വയ്ക്കുന്നത്. സോ അതൊരു ഒരു മെയിനായിട്ടുള്ള ഇഷ്യൂ ആയിട്ടാണ് വോൾസ്റ്റൺക്രാഫ്റ്റ് പറയുന്നത്. ദെൻ അതിലുള്ള 2-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അക്കോർഡിംഗ് ടു വോൾസ്റ്റൺക്രാഫ്റ്റ് വാട്ട് മേക്സ് വിമൻ സബ്ജുഗേറ്റഡ് ബൈ മെൻ. അതിനും ഈ ഒരു ആ സെയിം പാരഗ്രാഫിൽ പിന്നെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്. വോൾസ്റ്റൺക്രാഫ്റ്റ് ക്വസ്റ്റ്യൻസ് ദ ജനറൽ കോൺസെപ്റ്റ് ദാറ്റ് മെയിൽ പേഴ്സ്യൂസ് ആൻഡ് ഫീമെയിൽ യീൽഡ്സ്. മെയിൽ പേഴ്സ്യൂ എന്ന് പറയുന്നത് എന്താണ്, മെയിൽ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുക, ഇമോഷണലി ഓർ ഫിസിക്കലി പ്രേരിപ്പിക്കുക. ആൻഡ് ഫീമെയിൽ അവിടെ yield, അവിടെ കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ് ദിസ് കൺസെപ്റ്റ് നേച്ചേർഡ് ബൈ എ പാട്രിയാർക്കൽ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എന്തിനാണ്, പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ആ കോൺസെപ്റ്റ് എന്തിനാണ്, വിമനെ എപ്പോഴും അവരുടെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു വോൾസ്റ്റൺക്രാഫ്റ്റ് വിമൻ സംടൈംസ് ഈവൻ ഗെറ്റ് ക്യാരിഡ് അവേ ബൈ അഡോറേഷൻ മെൻ ഗിവ് ദം. അതായത് അഡോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആരാധന എന്നൊക്കെ പറയും. ഇപ്പം വേണമെങ്കിൽ നമുക്ക് പറയാം, സ്ത്രീകളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, അവർ പെട്ടെന്ന് ഇമോഷണലി yield ആവും, ഇമോഷണലി അവർ പെട്ടെന്ന് ഡൗൺ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ അവർ അഡോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെ പ്രൈസ് ചെയ്ത് സംസാരിക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരോട് കുറച്ചും കൂടി സബ്ജുഗേറ്റഡ് ആവുക എന്നാൽ കീഴ്പ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് മെൻ എന്ത് ചെയ്യണം, അവരെ അഡോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ പ്രൈസ് ചെയ്യാൻ പുകഴ്ത്തി സംസാരിക്കുക അല്ലെങ്കിൽ ആരാധനയോട് കൂടിയിട്ട് സ്ത്രീകളെക്കുറിച്ച് പുരുഷന്മാർ സംസാരിക്കുമ്പോൾ വിമൻ സബ്ജുഗേറ്റിംഗ് ടു മെയിൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. എൻ്റെ അവസാനം പിന്നെ വോൾസ്റ്റൺക്രാഫ്റ്റ് എന്താണ് പറയുന്നത്, ഒരിക്കലും അങ്ങനെ ഒരു ഇനീക്വാളിറ്റീനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. സ്ത്രീയായാലും പുരുഷനായാലും സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലെല്ലാം നമ്മൾ അവരെ പരിഗണിക്കേണ്ടത് ദേ ആർ ഹ്യൂമൻ ബീങ്സ്, ദേ ഹാവ് ദെയർ ഓൺ ലിബർട്ടി, ദേ ഹാവ് ദെയർ ഓൺ റൈറ്റ്സ്, ദേ ഹാവ് ദെയർ ഓൺ ഫ്രീഡം, ലെറ്റ് ദം ഫ്രീ ഓർ ലെറ്റ് ദം എൻജോയ് ദെയർ ലൈഫ് വിത്ത് വാട്ട് ദേ നീഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വോൾസ്റ്റൺക്രാഫ്റ്റിൻ്റെ ഈ ഒരു വർക്കിൽ പറയുന്നത്.
മനസ്സിലായി എന്ന് വിചാരിക്കണു. പിന്നെ യൂണിവേഴ്സിറ്റി മെറ്റീരിയലുള്ള 2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ പിന്നെ എസ്സേയും ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ.